ഇതിലധികം ലാഗില്ലാതെ എളുപ്പം തീർന്നാൽ മതിയായിരുന്നു. മാവ് വേമ്പലായിട്ട് നിനക്ക് സ്വന്തം ടീമിനെ ഇടിക്കുന്ന എന്തിനാ വേടാ റീസൺ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. മീറ്റിങ്ങിൽ എന്താണ്ടൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്കതൊന്നും മനസ്സിലായില്ല. എനിവേ അതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഡിമാൻഡ് എന്ന് വെച്ചാൽ SMG ജയിക്കുവാണെങ്കിൽ DRV 2 വണ്ടി, അതായത് ഇവർക്ക് 2 വണ്ടി വേറെ ആൾക്ക് അങ്ങോട്ട് കൊടുക്കാനും കണ്ടാണ്ട് അത് കൊടുക്കണം. ഇപ്പം DRV ജയിക്കുകയാണെങ്കിൽ 30 ലക്ഷം SMG DRVക്ക് കൊടുക്കണം. അതാണ് ഡിമാൻഡ്. രമേശ് വെൽക്കം ടു സ്ട്രീം. ഓ DRV ബാക്കി കുത്തിച്ച് ഒരു സാൻഡ്വിച്ച് സിറ്റുവേഷൻ. ഇവിടെ ഇനി ആരെ നോക്കണം? പക്ക ഒരു സാൻഡ്വിച്ച് സിറ്റുവേഷൻ. എല്ലായിടത്തും അടിയാണല്ലോ. SMGയുടെ 2 വണ്ടിയാണല്ലോ അവിടെ കുത്തിച്ച്. ഓക്കെ, DRV എല്ലാവരും അവിടെ കുത്തിച്ച്. SMG 2 വണ്ടി അങ്ങോട്ട് ഉള്ളെങ്കിലും അടിച്ചു കേട്ടാ. കഴിഞ്ഞ ഇല്ല ലാസ്റ്റ്. ഓ നൈസ്. 1v3 ആണോ? കഴിഞ്ഞ് എന്താപ്പണ്ടായേ? കഴിഞ്ഞ് അതാ ഞാൻ സിറ്റിയിൽ കേറി. ഈ ഭാഗം കൂടെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു. പക്ഷെ SMGയുടെ 1 2 3 വണ്ടിയെ കാണുന്നുണ്ടല്ലോ. ആ SMG 3 കണ്ട് ബാക്കിയുള്ളൂ. ഓ 4. DRVയുടെ 1 2 3. ആ ഹോൾഡ് ഔട്ട് കഴിഞ്ഞ്. ആരെങ്ങനെ കുത്തിച്ച്? രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുത്തിച്ച് സാൻഡ്വിച്ച്. അതായത് ഇവിടുന്ന് SMGനെ സാൻഡ്വിച്ച് ആക്കി, ഇവിടുന്ന് DRVനെ സാൻഡ്വിച്ച് ആക്കി, ഇവിടുന്ന് വീണ്ടും DRV അങ്ങോട്ട് സാൻഡ്വിച്ച് ആക്കി, SMG അവിടുന്ന് ഇവിടെ ഇങ്ങോട്ട് DRVനെ സാൻഡ്വിച്ച് ആക്കി, ഇവിടുന്ന് DRV SMG ഇവിടുന്ന് അടിച്ച് അങ്ങോട്ട് കയറി. അതാ ഫുള്ള് സാൻഡ്വിച്ച് കളിയായിരുന്നു. ഞാനിപ്പം പീറ്ററിനോട് പറഞ്ഞോളൂ, ഇതിപ്പം തീരാനെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പതേ അടി. നിന്റെ അടുത്ത് അപ്പളെ പറഞ്ഞാണ് വല്ല മറ്റേ താറാവിന്റെ ഇറച്ചി വല്ല ബർഗറും വെച്ചോണ്ട് പോവാൻ. അപ്പൊ അവന് വയ്യ. താറാവിന്റെ ഇറച്ചിയുടെ കഷ്ണമായിരുന്നോ? അല്ലേ എന്തൊക്കെ താളം അണിച്ചു കൊടറക്കാ. അത് വെയിലിൽ നോക്കിയതാ, ഞാൻ വെയില് കണ്ടതാ. വെയിലിൽ നോക്കിയതാ. അത് കഴിഞ്ഞില്ലേ?